പിന്നൊരു ടാസ്ക് കൊടുത്തു. ഞാൻ പുലിയല്ല, വെറും എലി, ഞാൻ കാലുമാറ്റക്കാരൻ, ഞാനൊരു നിഴൽ മാത്രം, ഞാനൊരു ഗെയിമർ, എന്നെ വിശ്വസിക്കരുത്. ഇങ്ങനെ 5 പേരുകളുണ്ട്. ഓരോരുത്തരും വന്ന് ആ പേരുകൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് യോജിക്കുന്നതെന്ന് മാർക്ക് ചെയ്യുന്നതായിരുന്നു ടാസ്ക്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശൈത്യ അപ്പാനിയും തമ്മിൽ സംസാരിച്ച ഒരു നെഗറ്റീവ് എനർജിയെ പറ്റി ലാലേട്ടൻ ചോദിച്ചു. അനുമോൾ കാല് തൊട്ട് തൊഴുതിന് ശേഷം അപ്പാനിക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചു. നൈസായിട്ട് ലാലേട്ടൻ ശൈത്യ അപ്പാനിയൊക്കെ ട്രോളി വിട്ടു. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലാന്ന് വിശ്വസിച്ചോളാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ അവരെ രണ്ടുപേരെയും എവിക്ഷനിൽ നിന്ന് സേവ് ചെയ്തു. പിന്നെ ആ ടാസ്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഗ് ഷെല്ലിന്റെ ഷേപ്പിലുള്ള ക്യാപ്പുകൾ നൽകി. ഞാൻ പുലിയല്ല, വെറും എലി ആര്യനായിരുന്നു, ഞാൻ കാലുമാറ്റക്കാരൻ ശാരിക, ഞാനൊരു നിഴൽ മാത്രം ശരത്ത്, ഞാനൊരു ഗെയിമർ അനീഷ്, എന്നെ വിശ്വസിക്കരുത് അനുമോള്. ഈ ക്യാപ്പ് കൊടുത്തതിന് ശേഷം ആര്യൻ ഈ ക്യാപ്പ് കുളിക്കുമ്പോൾ ഊരണോ കിടക്കുമ്പോൾ ഊരണോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് നീ എന്നെ ഊരുവാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ലാലേട്ടൻ ഒരു സീരിയസ് ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. നീ എന്നെ ഊരുവാണോ അതോ കാര്യമായിട്ട് ചോദിച്ചാണോ എന്ന് ഒന്നും കൂടെ ലാലേട്ടൻ ചോദിച്ചു. മോനെ എല്ലാം ബിഗ് ബോസ് പറയും എന്ന് പറഞ്ഞ് ലാലേട്ടൻ അത് വിട്ടുകളഞ്ഞു. അടുത്തത് എവിക്ഷൻ. നോമിനേഷനിലുള്ളവർക്ക് ട്രാൻസ്പെറന്റ് അല്ലാത്ത രണ്ട് സൈഡിലും നമ്പർ ഒട്ടിച്ചു വെച്ചിട്ടുള്ള കണ്ണടകൾ കൊടുത്തു. ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള നമ്പർ ഉള്ളവര് ഒരു സൈഡിലത്തെ നമ്പർ പീൽ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഓരോരുത്തരും ഇഷ്ടമുള്ളവരെ വിളിച്ച് മറ്റേ സൈഡിലെ നമ്പർ കൂടി ഇളക്കി മാറ്റാൻ പറഞ്ഞു. ഒന്നിയിൽ വെച്ചിരുന്ന കണ്ണടയിൽ ശാരിക എവിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ടാമതായിട്ട് പുറത്തായത് ശാരികയാണ്. ഈ വരുന്ന ആഴ്ച എല്ലാത്തിന്റെ അധികാരം ഒരാളിലേക്ക് എത്തുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ബിഗ് ബോസ് ഹൗസ് സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായി മാറുമെന്ന് കണ്ടറിയാന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ എപ്പിസോഡ് അവസാനിപ്പിച്ച് പോയി. അതായത് ഇത്തവണ ഒരു വീക്ക്ലി ടാസ്ക് വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പവർ ഉണ്ടാവും. ബിഗ് ബോസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ഏൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പവർ കിട്ടുന്ന രീതിയിലുള്ള ടാസ്ക് എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഇവരെല്ലാവരും കേട്ടവാദി കേൾക്കാത്തവാദി ടാസ്കിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. എന്തായാലും ഒരു 7ന്റെ പണിയുള്ള അടിപൊളി ടാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടന് പോകാൻ തിരക്കുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. അതിനുശേഷവും എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ശൈത്യയും കൂടെ ഇനി ആ നെഗറ്റീവ് എനർജിയെ പറ്റി ഇവിടെ ആരും മിണ്ടരുതെന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചു. ആര്യന് നല്ല ദേഷ്യമുണ്ട്. ആര്യം പറയുന്നത് ഒറ്റ ടാസ്ക് കൊണ്ട് പുള്ളി എലിയായി മാറിയത്. അതുപോലെ അക്ബറിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് അപ്പാനിക്ക് നിഴലാണെന്നുള്ള ക്യാപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. ജിസേലിന് ആര്യന്റെ കാര്യത്തിൽ പണി പാളി എന്ന് മനസ്സിലായിട്ടുണ്ട്. ബിന്നിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആര്യൻ ഇപ്പോൾ വളരെ ഇമ്മച്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. 4-5 ദിവസമായിട്ട് അത് ഭയങ്കര എവിഡന്റ് ആണെന്ന് ജിസേൽ പറയുന്നുണ്ട്. മുട്ടയടിക്കുന്ന കാര്യത്തിൽ പഞ്ചാബികളുടെ ട്രഡീഷൻ ആണെന്ന് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ ജിസേൽ അത് വിശ്വസിച്ചു. പിന്നെ അനുമോളുടെ കൂടെ ഇരുന്ന് 10,000 പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ തല മുട്ടയടിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചത് ശരിയായില്ല എന്ന് ജിസേൽ പറഞ്ഞു. പിന്നീട് ഒരു സ്പോൺസേഡ് ടാസ്ക് പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ട് ദി സീസൺ വരുന്ന ഒരു ടാസ്ക് ആണ്. റീഗൽ ജ്വല്ലറിയാണ് നടത്തുന്നത്. അവരുടെ ഒരു ആഡ് ലോഞ്ചിനെ തുടർന്നാണ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നത്. സീസൺ മുഴുവനും നടക്കുന്ന ടാസ്കുകളിലൂടെ അവർ തരുന്ന പിഗ്ഗി ബാങ്കിൽ മാക്സിമം പോയിന്റ്സ് ശേഖരിച്ചു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ജ്വല്ലറി വർക്ക് കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച ലാലേട്ടൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. എവിടെയോ യാത്രയിലാണ്. അപ്പോൾ വീഡിയോ കോളിലായിരിക്കും ഇവരോട് സംസാരിക്കുന്നത്. ലാലേട്ടൻ എന്തായാലും ഓടിപ്പിടിച്ച് പെട്ടെന്ന് പോയി. ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ലാലേട്ടൻ തന്ന സൂചന അനുസരിച്ച് ഈ ആഴ്ച കിടിലൻ ടാസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. താങ്ക്